ഹായ് ലിമിയാസ് വേൾഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ലെമൺ ജ്യൂസ് റെസിപ്പിയുമായിട്ടാണ്. നമ്മുടെ കാതും കണ്ണും മൂക്കൊക്കെ തുറന്ന് നല്ല ഉന്മേഷം നൽകുന്ന അടിപൊളി നാരങ്ങ ജ്യൂസ് റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. പല ആളുകളും നാരങ്ങ ജ്യൂസ് പല തരത്തിലാണ് ഉണ്ടാക്കുന്നത് അല്ലേ? അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. 2 പേർക്കുള്ള ജ്യൂസിൻ്റെ അളവാണ് ഞാൻ ഇന്ന് കാണിക്കുന്നുള്ളത്. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക. എന്നാൽ നിങ്ങൾക്ക് ഉടൻ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 നാരങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കന്ന് ആദ്യം ഒന്ന് ഉരുട്ടി കൊടുക്കാം. ഇപ്പോൾ രണ്ടും നന്നായി ഉരുട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നെടുകെ മുറിച്ചിട്ട് എടുക്കാം. ഇനി നമുക്കിത് ജ്യൂസിൻ്റെ ജാറിലോട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കാം. ഇതിലിപ്പോൾ ഞാൻ 2 നാരങ്ങ പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിഴിഞ്ഞു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വിത്ത് വീഴാൻ പാടില്ല. ഇനി നമുക്ക് ഇതിലോട്ട് ചേർക്കേണ്ടത്, ഞാനിവിടെ ഒരു ഓറഞ്ചിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് തൊലി കളഞ്ഞ് ഈ ജാറിലോട്ട് ചേർക്കണം. ഇതിൻ്റെ മുകളിലത്തത് എടുത്തിട്ടാണ് റിമൂവ് ചെയ്തിട്ടാണ് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യാറുള്ളത്. ഇപ്പോൾ വിത്ത് ഉണ്ടെങ്കിൽ വിത്ത് എടുക്കണം, പക്ഷേ ഇതിൽ വിത്തില്ല. അപ്പോൾ ഇത് ഞാൻ തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് നെടുകെ മുറിച്ച് ഒന്നിടാം. ഇനി നമുക്കിതിലോട്ട് ഒരു നുള്ള് വലിയ ജീരകം ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ വരും, അത്രയേ ഉള്ളൂ. ഇത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലോട്ട് പുതിനയില ചേർക്കണം. പുതിനയില കുറച്ചാണ്, ഒരു 5 ഇലയാണ്. ചെറിയ ഇലയാണ്, വലിയതല്ല. കൂടാൻ പാടില്ല, കാരണം ഒന്നിൻ്റെ ഫ്ലേവർ മറ്റൊന്നിനേക്കാൾ കൂടാൻ പാടില്ല. എല്ലാം ഒന്നിച്ച് കലർന്ന ഒരു ഫ്ലേവറാണ് നമുക്ക് വേണ്ടത്. പുതിനയുടെ മണം കൂടാൻ പാടില്ല. അപ്പോൾ ഇതിലൊരു 5 ഇലയാണ് ഞാൻ ചേർക്കുന്നുള്ളത്. ഇനി നമുക്കിതിലോട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളാണ്, 1/4 ടീസ്പൂണും ഇല്ല ഇത്. ഇനി നമുക്കിതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായി അരച്ചെടുക്കാം. ഇതിപ്പോൾ 2 പേർക്കുള്ള ജ്യൂസാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതിലോട്ട് ഞാനിപ്പോൾ 1/2 ഗ്ലാസ് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കണം. അതായത് അരയാൻ ആവശ്യത്തിന്. കൂടുതൽ ഇപ്പോൾ ഞാൻ ഒഴിക്കുന്നില്ല, ബാക്കി നമുക്ക് പിന്നൊഴിക്കാം. ഇപ്പോൾ ജ്യൂസ് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കണം അരപ്പയിൽ. ഇനി ഇതേ ജാറിലോട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അരപ്പയിലോട്ട് ഒഴിക്കാം. നമ്മൾ സെർവ് ചെയ്യുന്ന ഗ്ലാസിൻ്റെ കണക്കിൽ തന്നെയാണ് ഞാൻ വെള്ളം എടുക്കുന്നത്. 2 ഗ്ലാസ് കണക്കിന്. അതിൻ്റെ എല്ലാ മധുരവും പുളിയും എല്ലാം ഒന്നിച്ച് ഒരേ ലെവൽ വരുന്ന മാതിരി. ഇനി നമുക്കിത് നന്നായി പിഴിയാം. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ 1/2 ഗ്ലാസ് വെള്ളവും പിന്നെ 1 ഗ്ലാസ് നിറയെ വെള്ളവുമാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ സെർവ് ചെയ്യുന്ന അതേ ഗ്ലാസിൻ്റെ കണക്കിൽ. പിന്നെ നമ്മൾ ഐസ് ക്യൂബ്സ് ഗ്ലാസ്സിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ 2 ഗ്ലാസ് കണക്കാവും അത്. ഇനിയിപ്പോൾ നിങ്ങൾ കോൾഡ് വാട്ടറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 2 ഗ്ലാസിൻ്റെ അടുത്തായിട്ട് തന്നെ വെള്ളം എടുത്തോളൂ. നമുക്ക് ആദ്യം ഇതിലോട്ട് ഇത്തിരി ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ അളവും കണക്കായിരിക്കണം, കൂടാനോ കുറയാനോ പാടില്ല. ഇത് പിന്നെ പിറ്റേന്ന് കുടിക്കുകയാണെങ്കിലും കയ്പില്ലാതെ തന്നെ നമുക്ക് കുടിക്കാൻ പറ്റുമെന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വരുന്നവരിക്കും ബൈ ബൈ.